ഈസ്റ്റ് ബംഗാൾ 2 ഇന്ത്യൻ സൈനിങ്സ് നടത്തുന്നു. അത് 2 ഐ ലീഗ് ടീമുകളിൽ നിന്ന് നടത്തുന്ന സൈനിങ്സ് ആണ്. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ആദ്യത്തേത് ഒരു ഡിഫൻഡർ ആയിട്ടുള്ള താരത്തെ രാജസ്ഥാൻ യുണൈറ്റഡിൽ നിന്ന് എത്തിക്കുന്നു. മാർട്ടിൻ റെയ്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരത്തെയാണ്. 24 വയസ്സുകാരനായിട്ടുള്ള ഒരു താരം ഒരു രാജസ്ഥാനിൽ നിന്ന് തന്നെയുള്ള പ്ലെയറാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം രാജസ്ഥാനിൽ നിന്നുള്ള പ്ലെയേഴ്സൊന്നും ഇതുവരെ ISL കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയെങ്കിൽ മാർട്ടിൻ റെയ്ന ഒരു പക്ഷേ ISL കളിക്കാൻ പോകുന്ന ആദ്യത്തെ രാജസ്ഥാനിൽ നിന്നുള്ള പ്ലെയർ ആയിട്ട് മാറുമെന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു രാജസ്ഥാനിൽ തന്നെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു യൂത്ത് കരിയർ സെറ്റപ്പ്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള അക്കാഡമി വഴി വന്നു. അതിനുശേഷം രാജസ്ഥാനിൽ തന്നെ ഇപ്പോൾ AU, രാജസ്ഥാൻ, ജയ്പൂർ എലൈറ്റ്, പിന്നെ രാജസ്ഥാൻ യുണൈറ്റഡ് തുടങ്ങിയിട്ടുള്ള ക്ലബ്ബുകളിലൊക്കെ തന്നെയാണ് കളിച്ചിട്ടുള്ളത്. ലാസ്റ്റ് സീസണാണ് അദ്ദേഹത്തിന് ഒന്ന് ലൈം ലൈറ്റിലോട്ടൊക്കെ വരാൻ സാധിച്ചത്. ലാസ്റ്റ് സീസണിൽ ഐ ലീഗിൽ അദ്ദേഹം ഏതാണ്ട് ആ ക്ലബിൻ്റെ ഒരു മെയിൻ സെൻറ്റർ ബാക്ക് എന്ന നിലയിൽ ഏതാണ്ട് 20 മത്സരങ്ങളോളം കളിച്ചിട്ടുണ്ട്. ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള താരമാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മത്സരങ്ങൾ കളിച്ചിട്ട് അദ്ദേഹത്തിന് 4 ഗോളുകളും സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 3 വർഷത്തേക്കുള്ളൊരു കോൺട്രാക്റ്റിലാണ് ഈ ഒരു സെൻറ്റർ ബാക്ക് താരത്തെ എത്തിക്കുന്നത്. അതും ഏതാണ്ട് ട്രാൻസ്ഫർ ഫീ കൊടുത്ത്, ചില മീഡിയാസിൻ്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 25 ലക്ഷം രൂപ ട്രാൻസ്ഫർ ഫീ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാം. പക്ഷേ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഓൾറെഡി അവർക്ക് സെൻറ്റർ ബാക്സ് എന്നതിൽ ഇപ്പോൾ അൻവർ അലി എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ ടീമിൻ്റെ തന്നെ പ്ലെയർ ഉണ്ട്, ചുന്നുങ്ക ഉണ്ട്. അതിനോടൊപ്പമാണ് മറ്റൊരു സെൻറ്റർ ബാക്കിനെ ഫീ ഒക്കെ കൊടുത്ത് എത്തിക്കുന്നത്. വിങ് ബാക്കിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ക്ലബ്ബാണ് അവരെന്നുള്ളത് നമുക്കറിയാം. അപ്പം വീണ്ടും ഒരു സെൻറ്റർ ബാക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതും വലിയ തോതിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ്. അടുത്തത് റംസംഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരത്തെയാണ്, ഒരു മിഡ്ഫീൽഡറെയാണ് സൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ സീസണിൽ റിയൽ കാശ്മീരിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്ലെയറാണ്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയാം, വേണമെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡ് 2 പൊസിഷൻസിലും കളിക്കാൻ കഴിവുള്ളൊരു താരമാണ്. 20+ മാച്ചസ് ലാസ്റ്റ് സീസണിൽ കളിച്ച അവരുടെ ഒരു മെയിൻ പ്ലെയർ തന്നെയായിരുന്നു. 3 ഗോളും 2 അസിസ്റ്റും അദ്ദേഹത്തിന് ലാസ്റ്റ് സീസൺ കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിച്ചിരുന്നു എന്ന് പറയുന്നതും ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ള സ്റ്റാറ്റാണ്. ഐസ്വാളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഐസ്വാളിൽ നിന്ന് ലാസ്റ്റ് സീസണിൽ മാത്രമാണ് അദ്ദേഹം റിയൽ കാശ്മീരിലോട്ട് പോയത്. ഐ ലീഗിൽ ഏതാണ്ട് 50 മുകളിൽ മത്സരങ്ങളുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ISL ഇത് ആദ്യമായിട്ടാണ് കളിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു ഏരിയ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഈ ഒരു സൈനിങ് കാരണമാകുമെന്നുള്ളത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് ചോദിച്ചാൽ